ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ചീരത്തോരനാണ്. അപ്പോൾ ചീരകളിൽ ഏറ്റവും നമ്പർ 1 ചീരയായിട്ടുണ്ടായിട്ടുള്ള നമ്മുടെ ചുവന്ന ചീര, ആ ചീരയാണ് കേട്ടോ തോരൻ വെക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോഴത്തേന് അതിനകത്തേക്ക് നല്ല വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായപ്പോഴത്തേന് അടുത്ത് എന്താണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, കടുക് ഇട്ട് കൊടുത്ത് കടുകെല്ലാം കെട്ടക്കെട്ടാന്നും പറഞ്ഞെല്ലാം പൊട്ടിയിട്ടുണ്ട്. പൊട്ടിക്കഴിഞ്ഞ് വേറൊന്നുമല്ല ചേർത്തേക്കുന്നത്, നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ചീരയാണ് കേട്ടോ ചേർത്തേക്കുന്നത്. ചീരയെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കുക. ഇളക്കലാണ് ഇതിൻ്റെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇട്ടപ്പോഴത്തേനും ചട്ടി നിറയെ കണ്ട സാധനം ഒന്നോ രണ്ടോ പ്രാവശ്യം ഇളക്കി കഴിയുമ്പോൾ ഇത് കണ്ടോ, ആവി അടിച്ച് അയെല്ലാം മൊത്തം അവിഞ്ഞ് വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. കാര്യം വേറൊന്നുമല്ല, ഇല വേകാൻ അധികം സമയം വേണ്ടെങ്കിലും അതിൻ്റെ തണ്ട് വേകാൻ കുറച്ച് സമയം വേണമല്ലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇളക്കിയിട്ട് അതൊന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ എടുക്കുന്നതിനായിട്ട് അരക്കാനായിട്ടുള്ള അരപ്പ്, അതിന് തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, കൊച്ചുള്ളി, കുറച്ച് കറിവേപ്പിലൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നരച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പരിപ്പ് ഈ ഒരു വേവിൽ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കുക്കറിലാട്ടോ വേവിച്ചേക്കുന്നത്. ഒരു 2-3 വിസിലടിച്ചിട്ട് ഓഫാക്കി വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു കണക്കായിരിക്കും, അതായത് ഒന്നിനോട് തൊടാത്ത രീതി കിട്ടും. അപ്പോൾ ആ വെന്ത ചീരയിലേക്ക് നമ്മുടെ ഈ പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പരിപ്പ് നല്ലോണം ഇളക്കിയിട്ടുണ്ട്. ഇപ്പം കാണുമ്പോൾ മനസ്സിലാകും ഇത് ചീരത്തോരനാണോ അതോ പരിപ്പ് തോരനാണോ. എന്നാൽ ഇത് ചീരത്തോരൻ തന്നെയാണ് കേട്ടോ. ചീരയേക്കാൾ കൂടുതൽ പരിപ്പായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പെല്ലാം കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കുക. ഞാൻ പറഞ്ഞല്ലോ, പ്രധാന ഹൈലൈറ്റ് ഇളക്കലാണ്. അങ്ങോട്ട് ഇളക്കുക, നല്ലോണം ഇളക്കുക. അങ്ങനെ നല്ലോണം ഇളക്കിയിട്ട് നമ്മുടെ പരിപ്പ്, ചീര, ഈ അരപ്പ് എല്ലാം കൂടി എല്ലായിടത്തേക്കും ചെല്ലട്ടെ. ഉപ്പൊന്ന് നോക്കിയേക്കണം. ഉപ്പ് നോക്കിയിട്ട് അളവിന് ഇട്ട് കൊടുത്തേക്കണം. പിന്നെ ഞാൻ പരിപ്പ് വയ്ക്കാൻ നേരത്തും ചായക്കാൻ നേരത്തും കുറേശ്ശെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി തൂവിയിട്ട് അങ്ങോട്ട് ഇറക്കുക. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്ര ചാറ്റ